നമ്മൾ കുക്കറിൽ ചിക്കൻ മന്തി ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇനി നമുക്ക് കുക്കറിൽ തന്നെ ഒരു ബീഫ് മന്തി റെഡിയാക്കി എടുത്താലോ? കിടിലൻ ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. 2 ടൈപ്പിലുള്ള റൈസും എടുക്കാം. ഞാൻ ഇവിടെ വൈറ്റ് സെല്ല റൈസാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതൊരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക കേട്ടോ, കഴുകിയതിന് ശേഷം. പിന്നെ അത് ബീഫ് ഒരു 3/4 കിലോ എടുത്തിട്ടുണ്ട്. കുറച്ചൊക്കെ ഒരു വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിലേക്ക് ചെറിയൊരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും 2 ടേബിൾ സ്പൂണ് മല്ലിയിലയും 2 ടേബിൾ സ്പൂണ് പുതിനയിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഉപ്പ് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതിലേക്ക് മാഗി ക്യൂബ് ഇടുന്നുണ്ട്, അതിലും ചെറിയൊരു ഉപ്പ് ഉണ്ടാവും കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, ഒരു വലിയ പീസ് പട്ട, 5-6 ഗ്രാമ്പു, 2 മാഗി ക്യൂബും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കൈവച്ചിട്ട് മസാലയ്ക്ക് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നമ്മളിത് കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. ബീഫ് വേവാൻ ചിക്കൻ്റെ പോലെയല്ല, അത്യാവശ്യം ടൈം എടുക്കൂലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. 1/2 കപ്പോ 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുന്നുണ്ട്. ഹാഫ് കുക്കൊന്നല്ല കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ ഒരു അരി ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീരും, 1 പീസ് പട്ട, ഒരു ഡ്രൈ ലെമണും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഈ വെള്ളം ഊറ്റിയെടുത്തിട്ടുള്ള നമ്മുടെ ഈ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടൊരു 3/4 ഭാഗം വേവാവുന്ന വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഫുള്ളായിട്ട് കുക്കായി വരരുത്, 3/4 ഭാഗം കുക്കായി വന്നാൽ മതി. അപ്പോൾ അത് കറക്റ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് വെന്തതിന് ശേഷം റൈസ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ബീഫൊക്കെ വെന്ത് ഇതിൽ കുറച്ച് വെള്ളം ഉണ്ട്. അപ്പോൾ ആ വെള്ളം ഒന്ന് വറ്റിച്ച് ചെറിയൊരു ഗ്രേവിയോട് കൂടി വെള്ളം വറ്റിക്കണം കേട്ടോ. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കുകയും ചെയ്ത് അല്ലെങ്കിൽ അടി പിടിക്കും. അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ബീഫിൽ നല്ലോണം ഡ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണേ, ചെറിയൊരു ഗ്രേവി വേണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ റൈസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പച്ചമുളകൊന്ന് 4-5 പച്ചമുളകൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമല്ല, വീഡിയോക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഭംഗിക്ക് വേണ്ടി മാത്രം കളറൊന്ന് വെള്ളത്തിൽ കലക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒട്ടും നിർബന്ധമില്ല കേട്ടോ, വീട്ടിലുണ്ടാക്കുമ്പോൾ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ വരിക. എന്നിട്ട് ആ വിസിൽ കംപ്ലീറ്റ്, പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ റൈസും എല്ലാം വന്നിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ വേറിട്ട് ഓരോ റൈസും നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ മഞ്ഞ കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഒരു ബീഫിൽ തന്നെ മഞ്ഞൾ ചേർത്തുകൊണ്ട് ഈ റൈസിന് തന്നെ ഒരു മഞ്ഞ കളർ ഉണ്ടാവും. റെഡ് കളറിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് വീഡിയോയിൽ ഭംഗി മാത്രം ചേർത്തതാണ് കേട്ടോ. ബീഫൊക്കെ നന്നായിട്ട് കുക്കായിട്ട് നമ്മുടെ റൈസ് ആയാലും ഒട്ടും ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ബീഫ് മന്തി ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.